വേണ്ട ഇതേലൊക്കെ കിടപ്പുണ്ട്. ഇതെല്ലാം ഇനി പഴുക്കുമ്പോഴേ പറിക്കത്തുള്ളേ. പഴുത്തത് മാത്രമേ അച്ഛൻ പറിച്ചിട്ടുള്ളൂ എൻ്റെ ഇടയ്ക്കൊന്ന്. ഇനി കുറേയൊക്കെ ഉണ്ട്. ഇതേണ്ട കണ്ടോ കുരുമുളകെല്ലാം കുറേയൊക്കെ അച്ഛൻ പറിച്ച്. ഇനി കുറേ പറിക്കാനുണ്ട്. ഇതൊക്കെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു അച്ഛൻ കയറി പറിക്കുന്നത്. എന്നുണ്ട് ഗൈസ് പഴുത്ത്. അപ്പോൾ ഇനി അതിട്ടിരുന്നാൽ ശരിയാകത്തില്ല. പക്ഷേ ഈ പഴുത്തൊക്കെ ഉണ്ടല്ലോ നല്ല എരിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ചേ ഒരു ശകലേ പറിച്ചിട്ടുള്ളേ. ഇനി ബാക്കി പറിക്കാൻ കിടക്കുന്നതേ ഉള്ളേ. വേണ്ട ഈ മുളക് നമ്മൾ ഇങ്ങനെ കൈയും കൊണ്ടാക്കി എന്തിനാണെന്നറിയാമോ അച്ഛൻ? ഇതില്ലെങ്കിൽ കാലും കൊണ്ടാണ് സാധാരണ ചവിട്ടുക. അപ്പോൾ നമ്മൾ ഈ പഴുത്ത മുളകെല്ലാം പൊട്ടിപ്പോകും. ആണോ? ഓക്കെ. അതാണ് ഇവിടെ ഇരുന്ന് അച്ഛൻ ഇത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ ഫേസ് എടുക്കാൻ അച്ഛൻ സമ്മതിക്കൂല ഗൈസ്. അച്ഛന് നാണമാണ് ഗൈസ്. വേണ്ട കണ്ടോ. അപ്പോൾ ഇത് പഴുത്ത മുളക് കേട്ടോ. ഇത് കാല് വെച്ച് ചവിട്ടും കേട്ടോ. കാല് വെച്ചെന്ന് പറയുമ്പോൾ ഗൈസ് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടണം ഗൈസ്. ഇങ്ങനെ ചവിട്ടണം ഗൈസ്. എൻ്റെ കാല് പോയി ഗൈസ്. വേണ്ട. ഇത് തുണങ്ങാനിട്ടേക്കോട്ടെ. 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് തുണങ്ങി കിട്ടുവേ. 2 ദിവസം മതി. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 2 ദിവസം. അതിൽ കൂടുതലൊന്നും വേണ്ട. അങ്ങനെ ഉണങ്ങി ഗൈസ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുരുമുളകെല്ലാം നല്ല സൂപ്പറായിട്ട് ഉണങ്ങി. എല്ലാം ഞാൻ വാരിക്കൊണ്ട് പോവുകയാണത്. വേണ്ട. അപ്പം ഇത് കുറച്ച് ഞാനും അങ്ങ് കൊണ്ടുപോകും. എനിക്ക് കൂട്ടാനൊക്കെ വെക്കണ്ടായോ, മീനൊക്കെ വറക്കണ്ടായോ. അതുകൊണ്ട് ഗൈസ് 2 ദിവസം നല്ല. ഇത് കുറച്ചേ പറിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് സന്ധിച്ചേച്ചി തൊടുത്ത കൃഷിയാണേ. അച്ഛൻ്റെ വേറെ ഉണ്ട് ഞങ്ങളുടെ പെരിയാറ്റിൽ. അത് വേറെ. വേണ്ട. അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടി.